നമ്മൾ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ ഒരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഇതിന് സവാളയോ ഉള്ളിയോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഗ്രേവി നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ്, പച്ചമുളക്, ഒരല്പം വളരെ കുറച്ച് കാഷ്നട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതൊരു വലിയ ടേബിൾ സ്പൂൺ നിറച്ചുള്ള ഒരു കാഷ്നട്ട്. പിന്നെ ഇതിപ്പോൾ ഇത്രയും വലിയ അല്ലി ആയതുകൊണ്ടാണ് ഈ ഒരു അല്ലി വെളുത്തുള്ളി, അല്ലെങ്കിൽ 2-3 അല്ലെങ്കിൽ മാക്സിമം പോയാൽ ചെറിയ അല്ലിയാണെങ്കിൽ 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഞാനിവിടെ 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 6-7 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഗ്രേവിക്കുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മുട്ടക്കറിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതും കൊണ്ടൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. മിക്സിയിലിട്ട് അടിച്ച് നമ്മളിതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞ് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. ക്യാരറ്റിനെ ഒന്ന് ചെറുതായിട്ട് മുറിക്കുവോ എന്തെങ്കിലും അരിഞ്ഞ് അരയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം കൂടെ ഒന്ന് ഉരച്ചെടുത്ത് ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അരച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ കാണാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാരറ്റും പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പേസ്റ്റ് പോലെ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ശകലം തരി പോലെ ഉണ്ടെങ്കിലും അതിനൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് എണ്ണ പാനിലേക്ക് ഒഴിക്കാം. ഒരല്പം കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം കടുക്. കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് 1 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. അതൊന്ന് മൂക്കട്ടെ. വെളുത്തുള്ളി പെട്ടെന്ന് മൂക്കും, കരിഞ്ഞു പോകരുത്. ഓക്കെ, ഞാൻ തീ ഒന്ന് കുറച്ചിട്ടു. ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നതെന്നറിയാം, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ടിലേക്ക് ചേർക്കുകയാണ്. ഇനി തീ കൂട്ടി വയ്ക്കാം, നന്നായിട്ട് ഇളക്കാം. അല്പം ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇല്ലേ, തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി പോലെയുണ്ട്. ഒരുപാട് അതിൻ്റെ വെള്ളം അങ്ങ് വറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് മസാലകൾ ഇതിനകത്ത് ചേർക്കണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളറ് ഒത്തിരി അങ്ങോട്ട് മാറ്റി കളയാനും പാടില്ല. ഓറഞ്ച് കളർ നമുക്ക് കിട്ടണം. നല്ല കളറുള്ള ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കുറയും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കളർ വേണ്ടിയൊക്കെ ചേർക്കാം കേട്ടോ, കളർ ഇഷ്ടമുള്ളവർ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തു. കാരണം ഇത് ഇപ്പോൾ തന്നെ ചേർക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയ്ക്കൊന്നൊരു പച്ചച്ചവ വരാൻ പാടില്ല. അത് ഈ കൂട്ടത്തിൽ കിടന്ന് തന്നെ വെന്ത് അതിൻ്റെ പച്ച മണമെല്ലാം മാറിക്കിട്ടണം. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മസാലകളൊക്കെ ചേർത്തപ്പോൾ തന്നെ നമ്മുടെ കറിയുടെ കളറിനൊരല്പം വ്യത്യാസം അങ്ങോട്ട് വന്നു. കാരണം ചുമന്ന മുളക് പൊടിയൊക്കെ ചെല്ലുമ്പോൾ കളർ മാറും. അപ്പോൾ ഇത് പതുക്കെ ഇരുന്ന് മൂക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഗ്രേവി എന്ന് പറയുന്നത്. ഇതും കൊണ്ടുള്ള ഗ്രേവിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനിയും ഇന്നത്തെ സാധനങ്ങൾ ചേരാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളെടുത്ത് ക്യാരറ്റിനെ അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അരച്ചു. ഒരല്പം കാഷ്നട്ടും കൂടെ ചേർത്താണ് നമ്മളതിനെ അരച്ചെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗ്രേവി. ഇത് നെയ്ക്കകത്ത് ചെയ്യാനുണ്ടല്ലോ, മോർ ടേസ്റ്റിയാണ്. ഇത് നന്നായിട്ട് മൂക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് അത് വഴന്നു വരും. അപ്പോൾ ഞാൻ ഇത്രയല്ലേ എണ്ണ ചേർത്തുള്ളൂ, അതിൻ്റെയും കൂടെ ഒരു താമസം വരും. അപ്പോൾ നമുക്കത് കഴിഞ്ഞതിന് ശേഷം കാണാം. ഞാനൊരു 5 മിനിറ്റായി ഇതിങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് ഒട്ടും എണ്ണ ഇതിനകത്ത് കാണുന്നില്ല. കാരണം നമ്മൾ എണ്ണ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും പോകണം. അപ്പോൾ ഞാനിതിൽ നിന്നൊരല്പം വായിലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ മസാലയെല്ലാം വെന്തിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിക്കിട്ടി. നമ്മൾക്ക് എണ്ണ കുറവായതുകൊണ്ട് എണ്ണ തെളിഞ്ഞ് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ ഫുൾ തീയിലിട്ട് നിങ്ങൾ കരിച്ച് കളയരുത്. ഇതിൻ്റെ കളർ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ച് കളറും മാറ്റി കളയരുത്. അപ്പോൾ ഇത് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ കൂട്ടാനായിട്ട് നല്ലതാണ്. ഒരു ചമ്മന്തിയൊക്കെ പോലെ തന്നെ നമുക്ക് ഇത് കൂട്ടാം, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗ്രേവി അല്പം ചാറ് വേണമല്ലോ. ഇതിനെ ചാറാക്കാനായിട്ട് ഞാനൊരല്പം വെള്ളം ഇതിലേക്ക് ചേർക്കുവാണ്. ചൂടുവെള്ളമാണേ.
എന്തുമാത്രം ചാറ് വേണമെന്നൊക്കെ അവനും തന്നെ നിശ്ചയിച്ചോളുക. കുറുകിയ ചാറാണെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് കൂടുതൽ നന്നായിട്ട് ചാറ് കൂടുതൽ അപ്പത്തിനൊക്കെ കൂടുതൽ ചാറ് ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ അതങ്ങനെ. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിക്കും, പിന്നെയും ഇതിനകത്ത് എല്ലാ മസാലകളും പിന്നെ ഒന്നും കൂടെ വേവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് യോഗട്ട് ചേർക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തികച്ചില്ല കേട്ടോ, ഒരു ശകലത്തിന് കുറവുണ്ട്. അത്രയും യോഗട്ട്, അധികം പുളിയില്ലാത്ത യോഗട്ടാണ്. പുളിയുണ്ടെങ്കിൽ അളവിൽ കുറച്ചുകൊള്ളുക. കടയിൽ നിന്ന് മേടിച്ച യോഗട്ടാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം യോഗട്ട് ചേർത്ത് ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. എരിവൊക്കെ പാകത്തിനാണ്. ഇപ്പം ഞാൻ ഈ ചേർത്തിരിക്കുന്നത് വെച്ചാൽ ഈ അളവിന് ഇത് പാകമാണ്. അത്യാവശ്യം എരിവുണ്ട്. നിങ്ങൾ പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിന് മഞ്ഞ കളർ മാറി കൂടുതൽ ചുവപ്പ് കളർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ചെറു തീയിൽ അവിടെ അങ്ങ് ഇരിക്കുകയാണേ. ഒത്തിരി വലിയ തീയിലിട്ട് ഇതിൻ്റെ ചാറ് അങ്ങോട്ട്, ഗ്രേവി അങ്ങോട്ട് കുറച്ച് കളയുമൊന്നും വേണ്ട. നമുക്ക് അപ്പത്തിനൊക്കെ ആണെങ്കിലും ചപ്പാത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂട്ടണമല്ലോ. ഇനി നമ്മൾ ഇതിനകത്ത് ടേസ്റ്റ് വരുത്താനായിട്ട് കൂടുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് പൊടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. 1-2 മുട്ട പൊടിച്ച് ചേർക്കണം. അത് ഉണ്ണിയെല്ലാം കൂടെ നന്നായിട്ട് പൊടിഞ്ഞങ്ങ് ചേരുമ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു പ്രത്യേക സ്വാദ് വരും. ഇവിടെ എൻ്റെ മൂത്ത മോളൊക്കെ ആണെന്നൊരു മുട്ടക്കറി വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടത്തില്ല. പക്ഷേ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിലേക്ക് ഞാനൊരു 2 മുട്ടയാണിപ്പോൾ പൊടിച്ചിടുന്നത്. മെയിൻലി ഇതിൻ്റെ ഉണ്ണിയാണ് ഇതിനകത്ത് ചേരേണ്ടത്. മറ്റേത് പിന്നെ വെള്ളയ്ക്ക് അധികം വലിയ ടേസ്റ്റൊന്നും ഇല്ലല്ലോ. ഇച്ചിരി നേരം ഇരുന്നൊന്ന് കുറുകട്ടെ. അപ്പോൾ ചെറു തീയിൽ നിന്നിരിക്കട്ടെ, ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് തിളക്കട്ടെ, ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. കറി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളച്ച ആ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഇതിനകത്തോട്ടൊന്ന് ചെല്ലാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാനിവിടെ ക്യാരറ്റ് അപ്പവും ഉണ്ടാക്കി അതിനുള്ളൊരു മുട്ടക്കറിയാണിത്. ഇത് ശരിക്കും ക്യാരറ്റ് മസാല മുട്ടക്കറി എന്നോ ഒക്കെ ഇതിനെ വിളിക്കാം. സവാള വേണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ എല്ലാ കൂട്ടവും നമ്മൾ ചേർത്തിട്ടുമുണ്ട്. കളറും വ്യത്യാസമാണ്, ടേസ്റ്റും വ്യത്യാസമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു ചെറിയ മധുരമുണ്ട്, ക്യാരറ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ മധുരമുണ്ട്. എന്നാൽ മുട്ടയില്ലെങ്കിലും, മുട്ട ഇനി മുഴുവനോടെ ഇല്ലെങ്കിൽ തന്നെയും കൂട്ടാൻ പറ്റുന്ന ഒരു കറി. ഇനി ഇങ്ങനെ തന്നെ മുഴുവൻ മുട്ട ഇതിനകത്ത് പൊടിച്ച് ചേർത്ത് കഴിച്ചാലും കൂട്ടിയാലും ഒരു കുഴപ്പമില്ല, മോർ ടേസ്റ്റി ആയിരിക്കും. ഈ ഗ്രേവി ഉണ്ടല്ലോ, ഒരല്പം ഇരുന്നങ്ങ് തിളച്ച് ഒരല്പം കുറുകിപ്പോയി. ഒരല്പം കൂടെ, വളരെ കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ചേർക്കാം. ഒരു ലൂസായിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കും തോറും പിന്നെ ഇച്ചിരി കുറുകുമല്ലോ. ചൂടുവെള്ളമാണേ, കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. ഓക്കെ, ഇത് മതി. ഇനി ഒരുപാട് നേരം ഇട്ടുകൊണ്ട് കുറുക്കി കഴിഞ്ഞാൽ വീണ്ടും അത് കുറുകിപ്പോവും. ഇനി നമുക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എത്ര മുട്ട വേണോ അത്രയും ചേർക്കുക. ഈ ഗ്രേവി ഇരുന്നാൽ പിന്നീട് മുട്ട പുഴുങ്ങിയതിന് ശേഷം ഈ ഗ്രേവി കൂട്ടി നമുക്ക് കഴിക്കുകയും ചെയ്യാം. എനിക്കിവിടെ 5 എണ്ണമാണ് ആവശ്യം. 5 മുട്ടയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോപ്പർ ഇതിനൊരു മുട്ട കറിയാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ മുട്ടേനെ ഒരു 4ആയിട്ട് മുറിച്ച് ഒന്നുകിൽ ഈ കറിയിലേക്ക് തന്നെ ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മുറിക്കുക, അതിൻ്റെ മുകളിൽ ഗ്രേവി ഒഴിക്കുക. കാരണം ഈ മുട്ടയ്ക്കകത്ത് ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് കയറാനൊന്നും പോകുന്നില്ല, ഗ്രേവിയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി ഓൾമോസ്റ്റ് ഫിനിഷ് ആകാറായി. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ പല ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ബട്ടർ ചേർക്കാം, അതുപോലെ ക്രീം ചേർക്കാം. ഡബിൾ ക്രീമോ സിംഗിൾ ക്രീമോ ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ, ഇതൊന്നും ഒരുപാട് ചേർക്കരുത്, വളരെ
ലൈറ്റായിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് വരരുത്. ഒരു ലേശം ഒരു 3-4 ടേബിൾ സ്പൂൺ കുറുകിയ തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ക്രീം, തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ കാഷ്നട്ട് നിങ്ങൾക്ക് കൂടുതൽ അരച്ച് ചേർക്കാം. ഈ നമ്മൾ ആദ്യമേ അരയ്ക്കുന്ന കൂട്ടത്തിലല്ലാണ്ട് ഈ ലാസ്റ്റ് ഫിനിഷിങ് ടൈമിൽ നിങ്ങൾക്ക് കാഷ്നട്ട് അരച്ചതും ചേർക്കാം. അപ്പോൾ ഇനി എൻ്റെ ഈ ടച്ചിങ്ങിൽ ഞാനിപ്പോൾ ചെയ്യുന്നതിനകത്ത് ഞാൻ ഇനി ഒന്നുകൂടെ ചേർക്കാൻ പോകുന്ന ഏക സാധനം എന്ന് പറയുന്നത് കസൂരി മേത്തി ഒരു ശകലം കയ്യിലെടുത്തിട്ടൊന്ന് തിരുമ്മി ഈ ഗ്രേവിയിലേക്ക് ഇടുകയാണ്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇടുക. അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിൽ. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങി കറി വെക്കാനായിട്ട് ഞാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റിനുള്ളിൽ നടന്ന സംഭവമാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം ഞാനിവിടെ തീ ഓഫ് ചെയ്യണേ. ഏത് കൊച്ചുകുട്ടിക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും ഇതൊക്കെ കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.